ഉസുറുമ്പുളി ഉണ്ടടാ നായ്ക്കളെ നിങ്ങക്ക്. ഈ വീഡിയോ ചെയ്യണം കരുതിയതല്ല, പക്ഷെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിക്ക് ഒരു കുത്തേകരം, അതുകൊണ്ട് മാത്രം ചെയ്യണതാണ്. ഹലോ ഗൈസ്, ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ വരാനുള്ള കാരണം, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. നമ്മളെ സലീകുമാർ മരിച്ചിട്ട് അതിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മക്കളും വൈഫും എല്ലാവരും പാടെ കുടുംബങ്ങളൊക്കെ പാടെ കൂടി നിൽക്കുന്ന സമയങ്ങളിൽ കുറച്ച് വീഡിയോ റീച്ചിന് വേണ്ടി നടക്കുന്ന ചെറ്റകൾ എന്ന് തന്നെ പറയാം. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ വീഡിയോ എടുത്ത് വന്നപ്പോൾ സ്വന്തം മകനായിട്ടില്ല ചന്തു പറയണേ, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്, ഒന്ന് മാറിത്തരോ എന്ന് പറയുന്ന ഒരു സംഭവം. അത് കണ്ടപ്പോൾ വളരെ വിഷമായി. ഈ റീച്ചിനും വേണ്ടി ഈ മൊബൈലും പിടിച്ചു പോണ ചെറ്റകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അച്ഛനും അമ്മ ഇതേമാതിരി മരിച്ചു കിടക്കുമ്പോൾ, നിങ്ങൾ അന്ത്യകർമ്മം ചെയ്യാൻ വരുമ്പോൾ വേറെ കുറെ ആളുകൾ വന്നാണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുമോ? നിങ്ങൾക്ക് സങ്കടം വരുമോ? വരും. ഇങ്ങൾക്കല്ല, എല്ലാവർക്കും വരും. അപ്പൊ അതിനാദ്യം റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. ആദ്യം ഈ ഗവൺമെന്റിന് ചോദിക്കാനൊരു ചോദ്യമാണ്, ഇങ്ങനത്തെ ഈ മരണ ചടങ്ങിലും മറ്റുള്ള ചടങ്ങിലൊക്കെ പോയാണ്ട് ഇതേമാതിരി വീഡിയോ എടുത്ത് നടക്കുന്ന കുറച്ച് ഈ ഊച്ചാളികളുണ്ട്, ഓനൊന്നും ഒഴിവാക്കി തരാൻ വല്ല മാർഗമുണ്ടോ? അല്ല, സങ്കടം കൊണ്ട് പറയാണ്. നമ്മളൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് കണ്ടിരുന്നത് മോഹൻലാലും മമ്മൂട്ടി അബ്ദുൽ കലാം ഒരുപാട് വലിയ വലിയ ആളുകളെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ആരെ കാണുന്നത്? നമ്മളെ കുട്ടികൾ ആരെ കാണുന്നത്? അലൻ ജോസ് പെരേര, ആറാട്ടെണ്ണം, ജാസി, മറ്റോള്, ഇറ്റോള്, ഇതിറ്റകളൊക്കെ ഫേമസ് ആക്കുന്ന ആരാണ്? ഇതുപോലത്തെ റീച്ചോളിയാണ്. ഇപ്പലെ വീഡിയോ എടുക്കുക, പല ഇതിന്റെയും വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കുക. അതൊക്കെ നിങ്ങൾ പേഴ്സണൽ, അത് നിങ്ങൾ ചെയ്തോളൂ, എന്നാലും വിഷയമല്ല. പക്ഷെ ഈ ഒരു മരണച്ചടങ്ങിലെങ്കിലും സ്വന്തം മക്കൾക്ക് ആ മരണച്ചടങ്ങ് മാന്യമായിട്ട് ചെയ്യാനുള്ള ഒരു അവസരം, ഒരു ആളെ പേഴ്സണൽ കാര്യമല്ലേ ഇതൊക്കെ, അതിനെങ്കിലും ഒരു ഫ്രീഡം ഒന്ന് കൊടുത്തൂടെ? ഇത് ഈ വീഡിയോ ചെയ്യണ ചെറ്റകളോടാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കാണ്, അതിന് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. വിഷമം കൊണ്ട് പറയണം. സത്യം പറ, ഈ വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ല. കാരണം എനിക്ക് ഈ മൊബൈൽ തൂക്കി പിടിച്ചു പോണ വ്യക്തികളോട് പറയാനുള്ളതാണ്, പ്ലീസ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി പ്ലീസ്.